ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വളരെ ഒരു സന്തോഷമുള്ള, അതായത് എല്ലാവരും ക്രിസ്മസിനെ എതിരേൽക്കുവാനായിട്ടും വരവേൽക്കുവാനായിട്ടൊക്കെ സന്തോഷത്തോടെ തിരക്കൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരു പുസ്തകമാണ്. അതായത് വളരെയധികം അറിയപ്പെടുന്ന ഒരു ഇവാഞ്ചലിസ്റ്റായിരുന്ന ബെന്നി ഹിൻ US വന്നിട്ട് ഓർലാൻഡോ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള, അതായത് ആ ചർച്ചിൻ്റെ ഫൗണ്ടർ തന്നെയാണ്, സീനിയർ പാസ്റ്ററായിരുന്നു. ഓർലാൻഡോ ക്രിസ്ത്യൻ സെൻറ്ററിൻ്റെ ഇൻ്റർ ഡിനോമിനേഷണൽ ചർച്ചായിരുന്നത്. അദ്ദേഹം ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതായിട്ടും അറിയാം. എന്നാൽ ഈ പുസ്തകം എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. അതായത് ലോർഡ് ഐ നീഡ് എ മിറാക്കിൾ എന്നാണ് അതിൻ്റെ പേര്, ഈ പുസ്തകത്തിൻ്റെ. അതായത് ഇത് 97-98 എൻ്റെ മോന് പ്രൈസ് കിട്ടിയതാണ് സൺഡേ സ്കൂളിൻ്റെ ഇതിൽ. അദ്ദേഹത്തിൻ്റെ വേറൊരു ബെസ്റ്റ് സെല്ലറാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം ഒരു 7 വർഷം മുമ്പ് ഞാൻ തന്നെ അത് വാങ്ങുവാനായിട്ടിടയായി. ELS പോയപ്പോൾ ആ പുസ്തകം കണ്ട് ഞാനത് വാങ്ങിച്ചു. അപ്പോൾ ഈ ലോർഡ് ഐ നീഡ് എ മിറാക്കിൾ എന്നുള്ളത് അത് നല്ലൊരു പുസ്തകമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങളുണ്ട്, ഓരോ മിറാക്കിൾ നമുക്ക് നടക്കണമെന്ന് ആഗ്രഹം മാത്രമല്ല, ചിലർക്ക് വളരെ അത്യാവശ്യവും കാണും. അത് ഏത് തരത്തിലാണ് മിറാക്കിൾ എന്നുള്ളത് അവരവരുടെ ആവശ്യത്തെ പുറത്തിരിക്കും. എന്നാൽ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണെന്നുള്ളതാണ്. ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ലല്ലോ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റുമ്പോൾ അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് അത് ചെയ്തത്. എന്നാൽ ഇന്നും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, മിറാക്കിളുകൾ ഇന്നും സംഭവിക്കുന്നുണ്ട്. വിശ്വസിച്ച് അവനിൽ ശരണപ്പെടുന്നവർക്ക്, അവന് സത്യമായിട്ടും കർത്താവാണെന്ന് വിശ്വസിക്കുന്നവന്, അതുപോലെ തന്നെ അവൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവർക്ക് അവരുടെ തക്ക സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ പുസ്തകം നമുക്ക് കോപ്പി കിട്ടുന്നവർക്ക് വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. ഏറ്റവും നമുക്ക് ഒരു പ്രയോജനപ്പെടുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. ദൈവത്തിൻ്റെ വില്ല്, അതായത് ഇറ്റ്സ് ഗോഡ്സ് വില്ല്, ദൈവത്തിൻ്റെ ആ സമയത്തിന്. അതായത് നമുക്കറിയാമല്ലോ, ഈ യോബിൻ്റെ പുസ്തകം നോക്കുമ്പോൾ, ജോബിൻ്റെ 5:26 നോക്കുമ്പോൾ നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ കുറിച്ചുള്ളതും ഈ ജീവിതത്തിൽ എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസരത്തിൽ, എന്നാൽ ദൈവം അവസാനം അത്ഭുതം പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. മക്കളെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ പിന്നീട് അത്ര തന്നെ മക്കളെ കൊടുക്കുവാനും, അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും സ്വത്തും സമ്പത്തെല്ലാം ഇരട്ടിയാക്കിയും ദൈവം നൽകിയവനാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോഴും കാണാം, അപ്പോസ്തലൻ്റെ പൗലോസിൻ്റെ ഒക്കെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ശക്തി പോരുന്നത് ഇതാണ്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് നമുക്കറിയാം. കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഈ ക്രിസ്മസിൻ്റെ ഈ സീസണിൽ കർത്താവിനെ നമുക്ക് ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട്, കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ജനിക്കുവാനായിട്ട് ഉള്ള അവസരം കൊടുത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന എന്ത് മിറാക്കിളാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനെ അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു ശുഭ ദിനം ആശംസിക്കുകയും എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ദൈവം തരട്ടെ എന്നും വിഷ് ചെയ്യുകയും ചെയ്യാണ്. അതുപോലെ തന്നെ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. ബൈ ടു ഓൾ.